ഹായ് ഫ്രണ്ട്സ്, സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തൻറ്റിക് ടേസ്റ്റിൽ ഹൈദരാബാദി ബിരിയാണി വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. 1 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് എല്ലാം കൂടി പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം തൈരും, അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം 1 പിടി മല്ലിയില കൂടി ചേർത്ത് 1 ടീസ്പൂണും ഉപ്പും ഇട്ടേച്ച് എല്ലാം കൂടി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. എല്ലാ മസാലയും ചിക്കനിലേക്ക് നല്ലവണ്ണം പിടിക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓവർനൈറ്റ് വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3/4 കിലോയോളം അരി വരുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി ഒരു 3-4 വെള്ളം കഴുകി എടുത്തിട്ട് 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 3 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ എണ്ണയിലിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് അതങ്ങ് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുത്ത് അതിലേക്ക് സ്പൈസസ് ചേർക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലം, പിന്നെ ഞാൻ ഇതിനകത്തേക്ക് രമ്പയില കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തേച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അന്നേരം വെള്ളത്തിൽ ഉപ്പ് ഒരല്പം കൂടി നിൽക്കണം. എന്നാലേ നമ്മുടെ ചോറിൽ ഉപ്പ് പാകമായി കിട്ടത്തുള്ളേ. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായി വെക്കാം. തിള വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ കുതിർത്ത് ഊറ്റി മാറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 70% മാത്രമേ അരി വേവിക്കാൻ പാടുള്ളൂ. ബാക്കി വേവ് നമ്മൾ ദം ചെയ്യുമ്പോഴാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 70% അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേച്ച് ഇതൊന്ന് ഊറ്റി മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാളയിൽ നിന്നും പകുതിയോളം സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്തേച്ച് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് എടുത്തേച്ച് ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും ഈ ഒരു ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണേ. എല്ലാ ഭാഗത്തേക്കും ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മുഴുവൻ റൈസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് റൈസ് എല്ലാ വശത്തേക്കും ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക്
ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബാക്കി സവാള നുറുക്കിയതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ. പകുതിയോളം നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാവേ. ഈ ഒരു ടൈമിൽ കാഷ്യോ കിസ്മിസോ ഒക്കെ വേണമെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി മുകളിലേക്ക് വിതറി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മൈദ വെച്ച് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ടൈറ്റായിട്ട് അടപ്പൊന്ന് അടച്ചേച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ടൈറ്റായിട്ടിരുന്ന് വെന്തോളും. ഇനി ഞാൻ ഈ അലുമിനിയം ഫോയിലിൻ്റെ മുകളിലേക്ക് ആ ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൂടി വെച്ച് ഒന്ന് മുറുക്കി അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. അതിനായിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 15 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലുമാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഏകദേശം ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ആ അലുമിനിയം ഫോയിൽ ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കാം. മാറ്റി കൊടുക്കുമ്പോൾ ദേ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ദേ നമ്മുടെ റൈസൊക്കെ നല്ല പാകത്തിനിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കനും അതുപോലെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് മെല്ലെ ഒന്ന് ഇളക്കി എടുക്കാം. ഹൈദരാബാദി ബിരിയാണി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബസ്മതി റൈസ് തന്നെ ചെയ്തെടുക്കാനായി നോക്കണേ. എന്നാലേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് ഒരു ഭയങ്കര സ്പൈസി ആയിട്ടുള്ള മസാലയൊന്നുമല്ല, മൈൽഡ് ആയിട്ടുള്ളൊരു മസാലയാണേ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. വളരെ ഈസിയാണ്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ടൈം മാത്രമേ ഇതിൽ പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ടൈം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചു കിട്ടുവേ. അപ്പോൾ ആരും മിസ് ചെയ്യാതെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഇടാനായി മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക്